ആദിയും വ്യാധിയും അകറ്റി നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കാൻ വടക്കേ മലബാറിലെ ഗ്രാമപ്രദേശങ്ങളിൽ ആടിവേടനിറങ്ങി. പഞ്ഞക്കർക്കിടക മാസത്തിലെ മാരിയും ജീവിത പീഡകളും ദൂരീകരിക്കാൻ ആടിയും വേടനും ഉത്തര മലബാറിന്റെ നാട്ടുവഴികളിൽ ചുവടുവെക്കുകയാണ്. മലയൻ വണ്ണാൻ സമുദായത്തിലുള്ള കൊച്ചുകുട്ടികളാണ് ആടിവേടനായി ഗ്രാമങ്ങളിൽ ഗൃഹസന്ദർശനം നടത്തുന്നത്. പാടവരമ്പിലൂടെ ചെമ്പട്ടുടിയാടകൾ അണിഞ്ഞ് നിഷ്കളങ്കത്വം പേറുന്ന കുരുന്നുമുഖങ്ങളുമായി കർക്കിടക തെയ്യങ്ങൾ ഉത്തര മലബാറിലെ കാർഷിക ഗ്രാമവഴികളിൽ നടക്കാനിറങ്ങുന്നത് നാടിനും നാട്ടുകാർക്കും ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്നതാണ്. ഞാൻ തരികയില്ല, അമ്പ് ഞാൻ തരികയില്ല എന്നാ നമ്മൾ മലയിലെ വർഷങ്ങൾ പെയ്യും അടി തുടങ്ങി. യുദ്ധങ്ങൾ പലതും ചെയ്തു, പൊട്ടിപ്പിടിവിട്ടു, നേരം മെല്ലെ പിടിച്ചുടങ്ങി. ചില ഗ്രാമങ്ങളിൽ എങ്കിലും ഇന്നും മുടങ്ങാതെ രോഗപീഠകളും കർക്കിടകത്തിലെ മഹാമാരിയും ദൂരീകരിക്കാൻ കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ സന്ദർശനം നടത്തുന്നുണ്ട്. ചെണ്ടയുടെ ചുവട് പിടിച്ച് വാദ്യക്കാരൻ പാടുന്ന വേടൻ പാട്ടിന്റെ താളത്തിൽ ആടിവേടൻ ആടുമ്പോൾ വീടുകളിൽ കൊടികുത്തി വാഴുന്ന വിനാശകാരിയായ ദോഷങ്ങൾ വാരിവിതറുന്ന ചേഷ്ടകൾ മാറിമറിഞ്ഞ് സ്ത്രീയുടെയും സമ്പത്തിന്റെയും അതിദേവതയായ ലക്ഷ്മി ദേവി കുടിയിരിക്കുന്നുവെന്നാണ് വിശ്വാസം. ചെറിയ കുട്ടികളാണ് വേടൻ വേഷമണിയുക. മണികിലുക്കത്തോടെ വീട്ടുമുറ്റത്തെത്തി ചെണ്ടനാദത്തിന്റെ അകമ്പടിയോടെ പാശുപതാസ്ത്രം കഥയുടെ ഇതിവൃത്തം പാടി വീട്ടിലെ ചേട്ടയെ ഗുരുശി കലക്കി മറിച്ച് അകറ്റുന്നതാണ് പ്രധാന ചടങ്ങ്. നാട്ടുകാരുടെ ആദിയും വ്യാധിയും അകറ്റാനായി എത്തുന്ന കോലങ്ങൾ അർജുനനെ പരീക്ഷിക്കാനെത്തുന്ന ശിവന്റെയും പാർവതിയുടെയും പ്രതിരൂപങ്ങളായാണ് കാണുന്നത്. ഉത്തര മലബാറിലെ ഗ്രാമീണ കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആചാരമാണ് വേടൻ കെട്ടിയാടൽ. വേടൻ കെട്ടാൻ കുട്ടികളെ കിട്ടാതായതും വിശ്വാസത്തിലുണ്ടായ കുറവും ഈ ആചാരത്തെ വിസ്മൃതിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. എങ്കിലും ചിലയിടങ്ങളിൽ ഇന്നും ഇത് അവശേഷിക്കുന്നുണ്ട്. ചില നേരങ്ങളിൽ നഗരങ്ങളിൽ മുതിർന്നവർ കെട്ടിയാടുന്ന ആടിവേടൻ എത്താറുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ആടിവേടൻ എത്തിയിരുന്നു. അപ്സര